അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ഒരു അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കുന്നു. പുണ്യ നബി തങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന് ഒരുപാട് നേരം സൊറ പറഞ്ഞിരുന്ന സ്വഹാബിമാരെ അല്ലാഹു തിരുത്തുകയാണ്. കല്യാണമോ സൽക്കാരമോ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിഞ്ഞ് അതിഥികൾ പോയില്ലെങ്കിൽ ആ വീട്ടുകാർക്ക് വിശ്രമിക്കാൻ കഴിയാതെ വരും, അവരുടെ പ്രൈവസി നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. പുണ്യ നബി തങ്ങളുടെ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞപ്പോ ഹബീബാ നബി തങ്ങൾ അവിടുത്തെ വീട്ടുകാരുടെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഭക്ഷണം കഴിച്ചിരുന്നിട്ട് വർത്തമാനം പറഞ്ഞ് സൊറ പറഞ്ഞിരുന്ന് ഒരുപാട് നേരം വൈകിയപ്പോ പുണ്യ നബി തങ്ങൾ നിങ്ങൾ ഭക്ഷണം നിങ്ങൾക്ക് ഒരുക്കി നിങ്ങളെ വിളിച്ചാൽ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫഇദാ തുഇംതും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ ആ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകണം. വലാ മുസ്തഅനിസീന ലിഹദീസ് അവിടെ കഥ പറഞ്ഞും ചിരിച്ചും തമാശ പറഞ്ഞും ഒരുപാട് നേരം ആ വീട്ടിൽ നിങ്ങൾ ഒരുപാട് നേരം ചെലവഴിക്കരുത്. എന്തുകൊണ്ട്? ഇന്നദാലികും കാന യുദിൻ നബി എന്റെ റസൂലിന് അത് വിഷമമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് വന്ന ആളുകളോട് നിങ്ങളൊന്ന് പോകുമോ എന്ന് നബി ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരെ ക്ഷണിച്ചതല്ലേ. ഭക്ഷണം കഴിക്കാനും സൊറ പറയാനും അവിടെ ഇഷ്ടം പോലെ സമയമുണ്ട്. ആ പരിധിയും കഴിഞ്ഞ് അവിടെ നിന്ന ചില ആളുകളെ അള്ളാഹു തിരുത്തുകയാണ്. നബി തങ്ങൾക്ക് നിങ്ങളോട് പറയാൻ മടിയുണ്ട്, തങ്ങൾക്ക് ലജ്ജയുണ്ട്. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ് അള്ളാഹുവിന് സത്യം പറയാൻ ഒരു മടിയുമില്ല.